ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കുറച്ച് മുട്ടയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ മുട്ട വെച്ച് ഒരു നമ്മൾ പാസ്ത പോലെ അല്ലെങ്കിൽ നൂഡിൽസ് ഒക്കെ പോലെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേര് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പം ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യമേ 3 മുട്ട, പിന്നെ കുറച്ച് കാര്യങ്ങൾ മതി. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇനി ബാക്കി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഓരോ മുട്ടകളും പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള എരിവിന് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് കാരണം കുറച്ച് മതി. കുറച്ച് പെപ്പർ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ഡ്രോപ്പിൽ കൂടുതൽ ഒഴിക്കണ്ട. നമുക്ക് ഇപ്പം ഞാൻ ഒഴിച്ചത് സോയാ സോസാണ്. അതൊരു 3 ഡ്രോപ്പിൽ കൂടുതൽ ഒഴിക്കണ്ട. പിന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ആദ്യമേ, എന്നിട്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തു. ഓയിൽ ആദ്യമേ ഒഴിച്ച് കൊടുത്തത് ഈ ബട്ടർ ഇങ്ങനെ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നമുക്കിനി ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. അപ്പം ഓയിലെല്ലായിടും ഈ ബട്ടർ എല്ലായിടും ആക്കിയതിന് ശേഷം ഇപ്പം ഞാൻ മുട്ടയുടെ മിക്സ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഇളക്കാനൊന്നും തുടങ്ങണ്ട. ഒരു മിനിറ്റ് നേരം അങ്ങനെ ആ മുട്ട പയ്യെ സൈഡൊക്കെ ഒന്ന് സെറ്റായി വരാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഇളക്കി കൊടുക്കാം. നമുക്കിങ്ങനെ സെറ്റായി വരുന്ന ഭാഗം മാത്രം നോക്കി പയ്യെ സാവകാശം ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് അങ്ങനെ ആക്കിയെടുക്കണം. ഇത് ഒട്ടും വേകാതെ ഒന്നും പോകരുത്, എല്ലായിടവും വേകണം. പക്ഷെ ഒരുപാട് വെന്തും പോകരുത്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരി വെന്ത് പോകരുത്, എന്നാൽ എല്ലായിടവും ഒന്ന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ ആ മുട്ടയുടെ സോഫ്റ്റ്നെസ് ഒന്നും പോകരുത്, ഹാർഡായി ആവരുത്. അപ്പോൾ ഈ പരുവത്തിന് ഞാൻ കട്ട് ചെയ്ത് മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചിക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തീരെ പൊടിയായി പോകരുത്, കുറച്ച് വലിയ പീസായിട്ട് തന്നെ എടുക്കണം. ഇപ്പം ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇതെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മളിത് റെഡിയാക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി വീണ്ടും ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഓയിൽ ഒഴിക്കേണ്ട കാര്യമില്ല, മൊത്തം ബട്ടർ വേണമെങ്കിലും എടുക്കാം. ബട്ടർ ഇല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാവേ. ഇപ്പോൾ ഗാർലിക്ക് 2 സ്പൂൺ ഗാർലിക്ക് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ചെറുതായിട്ട് അരിഞ്ഞതായാലും മതി. ഞാൻ കല്ലിൽ വെച്ചൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഇളക്കി, ഒരുപാട് മൂപ്പിക്കാനൊന്നും നിൽക്കേണ്ട. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലെക്സ് ആണ്. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്കിന് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനൊരു മൊത്തത്തിൽ ഞാനൊരു 1/2 സ്പൂൺ ചില്ലി ഫ്ലെക്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചില്ലി ഫ്ലെക്സ് നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അതൊന്ന് നന്നായിട്ട് ആ ബട്ടറിൻ്റെ അകത്ത് കിടന്നൊന്ന് മുരിഞ്ഞൊക്കെ വരണം. എന്നാൽ കരിഞ്ഞും പോകരുത്. ഈ ഗാർലിക്കും ഇതൊന്നും കരിഞ്ഞു പോകരുത്. അതിൻ്റെ ഒന്ന് പച്ചമണം മാറണം, അത്രയേ ഉള്ളേ. ഇനി ഇതിന് ശേഷം ഇപ്പോൾ ഈ പരുവാകുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മാത്രം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ കോൺഫ്ലവറും നമുക്ക് ഈ ബട്ടറിൻ്റെ അകത്തൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറണം, എന്നാൽ അതും കരിഞ്ഞു പോകരുത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. നന്നായിട്ട് കുറുക്ക് പോലെ ഒന്നും ആവണ്ട, ഒരു ലൂസായിട്ട് ഇച്ചിരി ഒന്ന് ഈ പാലൊന്ന് കട്ടിയാവണം, തിക്കായിട്ട് വരണം, ഒരു ക്രീം പോലെയൊക്കെ ആയി വരണം. ഇപ്പോൾ നമ്മൾ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിയിലയും ഇതിന് നല്ലൊരു ഫ്ലേവർ തരാനായിട്ടുള്ളത്. അപ്പം മല്ലിയിലയും എന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത്. വേണമെങ്കിൽ നമ്മൾ മുട്ടയ്ക്കകത്ത് സോയാ സോസ് ചേർത്തല്ലോ, ആ സോയാ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ബട്ടർ, ഗാർലിക്ക്, മല്ലിയില, കോൺഫ്ലെക്സ് അല്ലല്ലോ, കോൺഫ്ലവർ, പിന്നെ ഈ ചില്ലി ഫ്ലെക്സ്, ഇത്രയൊന്നും മാത്രം മിക്സ് ചെയ്യല്ലേ. അതെന്തായാലും ഉറപ്പായിട്ടും ചേർക്കണം. ഇപ്പോൾ നമ്മളത് കുറുകി വന്ന സമയത്ത് നമുക്ക് വീണ്ടും ആ മുട്ടയെല്ലാം നമ്മൾ ചിക്കി മാറ്റി വെച്ചിരുന്ന മുട്ടയും കൂടെ അതിലോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇനി അത് ഒരുപാട് നേരം ഇതാക്കണ്ട.
ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിലെന്നല്ല നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ദേ ഇത് സംഭവം ശരിയായിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാമേ. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് കാണാൻ നല്ലൊരു ഭംഗിയില്ലേ. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ഇത് ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാവേ. ആദ്യമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം ഭയങ്കര ആലം വിടുന്നു. ഇപ്പോൾ ആദ്യം കൊടുക്കാം. ഇങ്ങോട്ട് അടുത്ത് കാണുന്നില്ല. എങ്ങനെയുണ്ട് ആദ്യം? ഇതിൽ നോക്കി പറ. അപ്പൂന് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ നൂഡിൽസും പാസ്തയൊക്കെ ഇഷ്ടമുള്ള പിള്ളേർക്ക്, ഈ ചൈനീസ് സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ള പിള്ളേർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റ്. അതിൻ്റെ അകത്ത് എന്താണ് വെളുത്തുള്ളി, ബട്ടർ, പാല്, ഇത്രയും സാധനങ്ങളാണല്ലോ നമ്മളും സ്പെഷ്യലായിട്ടൊന്ന് ചേർത്തതെന്ന് പറയാനായിട്ട്. പിന്നെ നമ്മുടെ മുട്ടയുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല ഒരു കൊള്ളാത്ത സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ലതല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയും ധൈര്യത്തിൽ ഇതെല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ചൈനീസ് ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, ഇനിയിപ്പം രാവിലെ ധൃതി വെച്ച് പോകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും പിള്ളേർക്ക് കൊടുത്തു വിടാം. പിന്നെ 4 മണിക്ക് വരുമ്പോഴും ഒക്കെ കൊടുത്തു വിടാം. അപ്പോൾ അടിപൊളിയായിട്ട് സിമ്പിൾ, ഒരു 10 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യം. ഒന്നും അരിയണ്ട, ഒന്നും ചെയ്യണ്ട. അത്ര സിമ്പിൾ. ആകെപ്പാട് ഇച്ചിരി വെളുത്തുള്ളി മാത്രം മതി. ഒന്ന് പൊളിച്ചെടുക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.